ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിന് മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത്. അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു, അതിന് പിടികൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. സ്വർണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല. പോലീസിനെ പിന്മാറ്റണം എന്നുദ്ദേശിക്കുന്നവരുണ്ടാവും, അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത്. അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ മേലെ ഇനി കേരളത്തിൽ ഈ സ്വർണം പിടുത്തം വേണ്ട, ഇഷ്ടം പോലെ പോയിക്കോട്ടെ, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല, ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എടുത്തുന്നു ആകെ ഈ കാര്യം ഹവാലപ്പണം പിടിക്കുന്നത് നടത്തിക്കൂടാ എന്നൊരു നിലപാടെടുക്കുന്ന PV അൻവറാണോ? അതാണ് അങ്ങ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് അല്ല, ഇത് പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ലല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ. ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ, എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് നിങ്ങളാണല്ലോ ഭയങ്കര അന്വേഷണക്കാര്. അസംതൃപ്തരാണ് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ റിഫ്ലക്ഷൻ ആണോ ഈ അൻവർ പറയുന്നത് ഒന്ന് വ്യക്തമാണോ? ഏതാ ഞാൻ കേട്ടില്ല. നിരന്തരമായി പിടിക്കുന്നതിൽ അസംതൃപ്തിയുള്ളവരുണ്ട്. ആ അസംതൃപ്തിയുടെ പ്രതിനിധിയാണോ അൻവർ എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത് ഇദ്ദേഹത്തെ പോലെ ഒരാൾ, അതായത് ഭരണകക്ഷി MLA ഇങ്ങനെ പരസ്യമായിട്ട് ആവർത്തിച്ച് പറയുന്നതിനെ അത് ശരിയാണോ എന്ന് പറയാമോ? അതിന് ഞാൻ പറയേണ്ട കാര്യമല്ല. ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്കാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയുകയാണ്. അദ്ദേഹം ഒരു പരാതി പറഞ്ഞു, പരാതി തന്നെ പിന്നെ തന്നു. ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടിയുണ്ടാവും. പിന്നെ മറ്റേ ഭാഗം പാർട്ടി കാര്യം, അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പറയണം. അത് മുഖ്യമന്ത്രി അതിലൊക്കെ പറയുന്നല്ല കേട്ടോ. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ല, ഈ ചോദ്യത്തിന് ഞാൻ പറയാം. നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയുന്നത് സാധാരണ നിലക്ക് ഞാനല്ല അത് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന CPIM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്.